കേരളത്തിൽ ചൂട് കൂടുന്നു എന്ന് പറയുന്നത് ഒരു പതിവ് വാചകമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ആ വാചകത്തിനുള്ളിൽ നമ്മൾ ശരിയായി മനസ്സിലാക്കാത്ത ഒരു വലിയ മാറ്റമാണ് മറഞ്ഞു കിടക്കുന്നത്. ചൂടെന്നത് ഇനി താപനിലയുടെ കാര്യമായി മാത്രം കാണാൻ കഴിയില്ല. ശരീരം അനുഭവിക്കുന്ന ചൂട് അഥവാ ചൂടും ഈർപ്പവും ചേർന്ന സമ്മർദ്ദം, അതാണ് യഥാർത്ഥ പ്രശ്നം. ശാസ്ത്രലോകം ഇതിനെ വൈറ്റ് ബൾബ് താപനില എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ആശയം മനസ്സിലാക്കിയാൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് വ്യക്തമായി കാണാനാകും. മനുഷ്യ ശരീരം സ്വാഭാവികമായി തണുപ്പിക്കുന്നത് വിയർപ്പിലൂടെയാണ്. വിയർപ്പ് ചർമ്മത്തിൽ നിന്നും ആവിയായി മാറുമ്പോൾ ശരീരത്തിലെ ചൂട് പുറത്തേക്ക് പോകുന്നു. പക്ഷേ വായുവിൽ ഈർപ്പം കൂടുതലായാൽ ഈ പ്രക്രിയ തടസ്സപ്പെടുന്നു. വിയർപ്പ് ഉണ്ടാകും, പക്ഷേ അത് ഉണങ്ങില്ല. ശരീരം ചൂട് പുറത്തേക്ക് വിടാൻ കഴിയാതെ ഉള്ളിൽ തന്നെ ചൂട് കുടുങ്ങി തുടങ്ങും. അതിനുശേഷം സംഭവിക്കുന്നത് വളരെ വേഗത്തിലാണ്. ഹൃദയം കൂടുതൽ ജോലി ചെയ്യുകയും ശ്വാസം ഭാരം അനുഭവപ്പെടുകയും തല ചുറ്റുകയും ചെയ്യുന്നതിനോടൊപ്പം ശരീരത്തിന്റെ താപനില നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യാം. ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശരീരം തകരാം. അതുകൊണ്ടാണ് കുറഞ്ഞ താപനിലയിലും ആളുകൾ തളരുന്നതും വീഴുന്നതും മരണം വരെ സംഭവിക്കുന്നതും. അപകടകരമായ ചൂടെന്നത് എപ്പോഴും 40 ഡിഗ്രിക്ക് മുകളിലാകണമെന്നില്ല. ഇന്ത്യയിൽ ഈർപ്പച്ചൂടിന്റെ രൂപവും വ്യാപനവും മനസ്സിലാക്കാൻ പുതിയ പഠനങ്ങൾ മൺസൂണിലേക്ക് നോക്കുകയാണ്. മൺസൂൺ വെറും മഴ മാത്രമല്ല, അത് വായുവിന്റെ ചലനവും ഈർപ്പത്തിന്റെ വിതരണവും താപനിലയുടെ വ്യതിയാനവും നിയന്ത്രിക്കുന്ന ഒരു വലിയ വ്യവസ്ഥയാണ്. ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മൺസൂൺ എപ്പോഴാണ് സജീവമാകുന്നത്, എപ്പോഴാണ് ഇടവേളയിലാകുന്നത് എന്ന് ഇത് നിർണ്ണയിക്കുന്നു. ഈ രണ്ട് ഘട്ടങ്ങൾ തമ്മിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഈർപ്പച്ചൂടിന്റെ ഭീഷണി എവിടെയാണെന്നും എപ്പോഴാണെന്നും തീരുമാനിക്കുന്നത്. മൺസൂൺ സജീവമായിരിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ മഴ കൂടുതലായിരിക്കും. ആ സമയത്ത് അവിടുത്തെ പ്രദേശങ്ങളിൽ ചൂടും ഈർപ്പവും ചേർന്ന അപകടകരമായ അവസ്ഥകൾ ഉണ്ടാകാം. പക്ഷേ മൺസൂൺ ഇടവേളയിലേക്ക് കടക്കുമ്പോൾ കഥ മാറും. മഴ കുറയും, ആകാശം തെളിയും, സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയെ ചൂടാക്കും. എന്നാൽ ഈർപ്പം വായുവിൽ തന്നെ തുടരും. അതാണ് ഏറ്റവും അപകടകരമായ സംയോജനം. ഈ ഘട്ടത്തിലാണ് ദക്ഷിണേന്ത്യ കൂടുതൽ അപകടത്തിലാകുന്നത്. ചൂട് ഉയർന്നെങ്കിലും ഈർപ്പം കുറഞ്ഞില്ല. ശരീരത്തിന് സ്വാഭാവികമായ തണുപ്പിക്കൽ സാധ്യമല്ലാത്ത ഒരവസ്ഥ ഇവിടെ രൂപപ്പെടുന്നു. കേരളത്തിന്റെ ഭൗഗോളികവും സാമൂഹികവുമായ പ്രത്യേകതകൾ ഈ പ്രശ്നത്തെ കൂടുതൽ തീവ്രമാക്കുന്നു. കടലിനോട് ചേർന്ന നീണ്ട തീരപ്രദേശം, സാന്ദ്രമായ പച്ചപ്പ്, വർഷം മുഴുവൻ നിലനിൽക്കുന്ന ഈർപ്പം, ഇവയെല്ലാം ചേർന്ന ഒരു ഉയർന്ന ഈർപ്പ് പശ്ചാത്തലം സൃഷ്ടിക്കുന്നു. ഇതിലേക്ക് കാലാവസ്ഥ മാറ്റം ചേർന്നപ്പോൾ അവസ്ഥ മാറി തുടങ്ങി. തണുത്ത രാത്രികളില്ല, നഗരങ്ങൾ ചൂടടക്കി വെക്കുന്ന ഘടനകളായി മാറുന്നു. കടൽക്കാറ്റ് പോലും സ്ഥിരമായ ആശ്വാസം നൽകുന്നില്ല. അതായത് ശരീരത്തിന് വിശ്രമിക്കാനുള്ള സമയം തന്നെ കുറയുന്നു. ദിവസവും രാത്രിയും ചേർന്ന ഒരു തുടർച്ചയായ ചൂട് സമ്മർദ്ദം രൂപപ്പെടുന്നു. ഈ മാറ്റം ഡാറ്റയിൽ മാത്രം കാണുന്ന ഒന്നല്ല, മനുഷ്യരുടെ ശരീരത്തിൽ നേരിട്ട് അനുഭവപ്പെടുന്ന ഒന്നാണ്. മത്സ്യത്തൊഴിലാളികൾ പുലർച്ചെ കടലിൽ നിന്ന് മടങ്ങുമ്പോൾ തന്നെ ക്ഷീണം അനുഭവപ്പെടുന്നു. നിർമ്മാണ തൊഴിലാളികൾക്ക് ചെറിയ സമയം ജോലി ചെയ്താലും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കേണ്ട അവസ്ഥയാണ്. മുൻപ് കടൽക്കാറ്റ് ആശ്വാസം നൽകിയിരുന്ന ഇടങ്ങളിൽ ഇപ്പോൾ ആ കാറ്റും ചൂടായി തോന്നുന്നു. ഇതൊരു വ്യക്തിപരമായ അനുഭവമല്ല, വ്യാപകമായ ഒരു മാറ്റത്തിന്റെ ലക്ഷണമാണ്. ഈർപ്പച്ചൂടിന്റെ ഏറ്റവും അപകടകരമായ സ്വഭാവം അതിന്റെ അദൃശ്യതയാണ്. ഇതെപ്പോഴും റെക്കോർഡ് താപനിലകളായി പ്രകടമാവില്ല. പലപ്പോഴും ഔദ്യോഗികമായ ഹീറ്റ് വേവ് പ്രഖ്യാപനങ്ങൾ പോലും ഉണ്ടാകില്ല. പക്ഷെ ശരീരം ഇതിനോടകം തന്നെ പ്രതികരിച്ചു തുടങ്ങും. ക്ഷീണം, തലചുറ്റൽ, ദാഹം, ശ്വാസം മുട്ടൽ എന്നിവയെല്ലാം ചെറിയ പ്രശ്നങ്ങളായി തന്നെ കാണപ്പെടും. പലപ്പോഴും ചികിത്സയിലും രേഖപ്പെടുത്തലിലും ഇതൊരു പ്രത്യേക വിഭാഗമായി പോലും പരിഗണിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ വ്യാപ്തി നമുക്ക് കാണാനാകുന്നില്ല. ഇതൊരു കാലാവസ്ഥാ പ്രശ്നം മാത്രമല്ല, ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ്. ഈർപ്പച്ചൂട് എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നില്ല. എയർ കണ്ടീഷനുള്ള വീടുകളിൽ കഴിയുന്നവർക്ക് ഇതൊരു അസൗകര്യമായി മാത്രം തോന്നാം. പക്ഷെ ചെറിയ വീടുകളിൽ വായുസഞ്ചാരമില്ലാതെ കഴിയുന്നവർക്ക് ഇതൊരു ദൈനംദിന പോരാട്ടം തന്നെയാണ്. പുറത്ത് ജോലി ചെയ്യേണ്ട തൊഴിലാളികൾക്ക് ഒഴിവാക്കാനാവാത്ത ഒരു അപകടമാണിത്. വയോധികർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഇത് കൂടുതൽ ഗുരുതരമായ ആഘാതമുണ്ടാക്കും. അതുകൊണ്ട് ചൂട് എന്നത് ഇവിടെ സമത്വത്തിന്റെ പ്രശ്നമായി മാറുന്നു. ആരെല്ലാം രക്ഷപ്പെടും, ആരെല്ലാം ബാധിക്കപ്പെടും എന്നത് സാമൂഹിക സാഹചര്യങ്ങൾ തന്നെ നിർണ്ണയിക്കുന്നു. ഇന്ത്യ മുഴുവൻ ഇപ്പോൾ ഒരു പുതിയ ചൂട് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ കേരളം അതിന്റെ മുന്നണിയിൽ നിൽക്കുന്നു. കാരണം ഇവിടെ ഈർപ്പം ഒരു സ്ഥിര ഘടകമാണ്. അതിനാൽ ചൂട് കൂടുമ്പോൾ അതിന്റെ ആഘാതം പലപടി വർദ്ധിക്കുന്നു. ഇത് വലിയ ശബ്ദങ്ങളില്ലാതെ, വലിയ തലക്കെട്ടുകളില്ലാതെ മനുഷ്യരുടെ ശരീരത്തിൽ നിശബ്ദമായി രൂപപ്പെടുന്ന ഒരു ദുരന്തമാണ്. ഇനി ചൂടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചോദിക്കേണ്ടത് താപനില എത്രയാണ് എന്നല്ല, ശരീരം അതെങ്ങനെ അനുഭവിക്കുന്നു എന്നതാണ്. ഈർപ്പച്ചൂട് നമ്മളെ മുന്നറിയിപ്പില്ലാതെ തന്നെ പിടികൂടും. അതിനെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് ജീവിത രീതികളും പൊതു പോളിസികളും മാറ്റുകയും ചെയ്യുന്നത് ഇനിയൊരു തിരഞ്ഞെടുപ്പല്ല, അതൊരു അനിവാര്യതയാണ്.